സലാഡ പോലെ ആക്കി തരാം. ചമ്മന്തിക്ക് അങ്ങനത്തെ ഒരു മുളക് നല്ല രസം തോന്നും. അയ്യോ നോക്കിയേ, നമുക്കിത് വെക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കൊണ്ടുപോകുന്നു. വാ പോവാ, നമുക്ക് വീട്ടിൽ പോവാട്ടാ. ചാമ്പക്കായ ഉപ്പിലിട്ടത് റെഡിയായി, മാങ്ങട്ടത് റെഡി ആയിട്ടാ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാ. അയ്യോട്ടാ, നമ്മുടെ മുളക് കണ്ട, നമ്മുടെ എല്ലാ വീഡിയോയിലും ഉണ്ടാവില്ലേ ഞാൻ മുളകിനെ കുറിച്ച് പറയേ. മുളകിനെ കുറിച്ച് പറയാണ്ട് നമുക്കൊരു വീഡിയോയും കടന്നു പോകാൻ പറ്റാത്ത പോലെ. കാരണം എന്തെന്ന് പറഞ്ഞ പോലെ ഞാൻ മുളകിന്റെ അടുത്തേക്ക് വരും. പക്ഷെ പഴുത്ത മുളകാണെങ്കിലോ നമുക്ക് 2 ദിവസം മുമ്പ് പൊട്ടിക്കാനുണ്ടാവും. ഇന്നും അതേപോലെ തന്നെ ഇതേ കണ്ട, ഒത്തിരി മുളകുകൾ ഇങ്ങനെ പഴുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തും കുറച്ച് മുളക് പഴുത്തിട്ടുണ്ട് കേട്ടാ. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലേ മുളക് കൂടുതൽ വെച്ചു കൊടുക്കുന്ന കാരണം നമ്മള് വീട്ടാവശ്യത്തിന് മുളക് പൊടിപ്പിക്കണ മുളക് നമ്മൾ പൈസ കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കുകയില്ല. ഇങ്ങനെ പഴുത്ത് വരുന്നത് വെളുത്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മള് പൊടിപ്പിക്കാറ്. അപ്പൊ ഞാൻ അപ്പുറത്ത് നിൽക്കണ മുളക് കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൂടി കാട്ടിത്തരാട്ടാ. പിന്നെ നോക്കി നമ്മുടെ കുക്കമ്പർ നമുക്കിന്ന് പൊട്ടിക്കാനുള്ളത് തന്നെയാട്ടോ. എല്ലാവരും പൊട്ടിക്കേണ്ട ഒരു ടൈം ഇതായിട്ടുണ്ട് വലിപ്പം. അതിന് ഇപ്പൊ ഈ നല്ല കാറ്റായ കാരണം എന്താണെന്നറിയോ, നമ്മൾ നനച്ച് കുറച്ച് കഴിയുമ്പോ കാറ്റൊക്കെ അങ്ങോട്ട് വലിയണ പോലെയാ കുക്കമ്പറിന്റെ. അത് മാത്രല്ല, ഇപ്പൊ നോക്കിയാ കാറ്റുകാലത്ത് വേറൊരു പ്രത്യേകത കൂടി ഉള്ളത് പ്രത്യേകത അല്ലാട്ടാ, നമ്മുടെ മാങ്ങ വീഴില് വലിയ വലിയ മാങ്ങകളാകണ്ടേ, നല്ല മാങ്ങയാണ് കാറ്റിന്റെ ഇതിൽ വീഴുന്നതാ. അപ്പൊ കാറ്റിന്റെ ശക്തി അപ്പൊ എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയാൽ മാങ്ങേനെ ഇങ്ങനെ വിളിച്ച് അത് വീഴണമെങ്കിലും. അപ്പൊ അതുകൊണ്ട് തന്നെ നനച്ചത് 2 നേരം നനയ്ക്കേണ്ട അവസ്ഥ പോലെ നിൽക്കുന്നത് നമുക്ക്. പിന്നെ നമ്മുടെ മുളക് നോക്കിയേ, നമ്മുടെ ഈ മഞ്ഞമുളക് ഭയങ്കര ഭംഗിട്ടാ പഴുത്ത് വരുമ്പോ. ഞാൻ മുന്നേ കാട്ടി തന്നിട്ടില്ലേ, കൊറേ നല്ല എരിവെന്ന് പറയാനില്ല കേട്ടാ. എന്നാൽ ഒരു ചമ്മന്തിക്ക് അരയ്ക്കുമ്പോ അത്യാവശ്യത്തിനൊരു എരിവ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചമ്മന്തിക്ക്. അങ്ങനത്തെ ഒരു മുളക് നല്ല രസം തോന്നും. അയ്യോ നോക്കിയേ, ഉള്ളിലെ കടക്കില് നമ്മുടെ പേളി പോയിരുന്നു. പോരാത്തതിന് അവിടെ ഒരു പട്ടി വീണിട്ടുണ്ട്. അവൾ ഓടിപ്പോയി അവിടെ നിന്ന്. നോക്കിയേ, പട്ട വീണിട്ട്, പട്ടയെ കുത്തി വീണിട്ടാന്ന് തോന്നുന്നുണ്ട്. ഒരു ഉള്ളിലെ കട പറഞ്ഞു പോന്നു. നോക്കിയേ, ഉള്ളിക്കട പറഞ്ഞു പോന്നു. കഷ്ടായി. എല്ലാ നാളിക്കാനും കുത്തി വീണിട്ട് ഏതേനാ. 4 ഉള്ളി കൂടെ പോയി. അത് കൂടാണ്ട് നമ്മുടെ പേളി അവളോട് നടക്കണ്ട, അവള് ഓടി വന്നിരിക്കുന്നു. ഇത് നമുക്ക് കൊണ്ടുപോകാം, കളയണില്ല, നമുക്ക് ചമ്മന്തിയിലേക്ക് എല്ലിടാം. ഇത് നോക്കി നമ്മുടെ ഇപ്പുറത്തെ സബോളയുടെ കടക്കിലേക്ക് വീണു പട്ടയുടെ ഒരു തല. ഈ സബോളയിലും ഇപ്പൊ ഇങ്ങനെ ഒടിഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാന്ന് അറിയാൻ പറഞ്ഞില്ലേ, കാറ്റുള്ള കാരണം. ഇതിന് നല്ല നീളമുണ്ട് കണ്ട. അപ്പൊ ഈ കാറ്റ് ഊതുന്നതിനനുസരിച്ച് അവര് പെട്ടെന്ന് ഒടിയും. ഞാനെന്നിട്ട് ചേച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒടിയണത് വെക്കും പതുക്കെ കട്ട് ചെയ്ത് ഞാൻ പരിപ്പിലൊക്കെ ഇട്ടിട്ടേ നമുക്ക് ഇത് വെക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കൊണ്ടുപോകുന്നു. കുറച്ച് ഉള്ളിയും ഈ ഇതിന്റെ ഈ തണ്ടും കൂടിയിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് അരച്ചോ, എന്തൊരു ടേസ്റ്റ് എന്ന് പറയാം ചമ്മന്തിക്ക്. പക്ഷെ നമുക്ക് ഇങ്ങനെ കട പറഞ്ഞു പോകുമ്പോഴൊരു വിഷമം. പേളി അങ്ങോട്ട് ഓടി, അവരൊക്കെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഓടാന്ന്. നമ്മുടെ പിന്നാലെ നമ്മളുള്ള ഇഷ്ടം കൊണ്ടാണ് ഓടി വരുന്നത്. പക്ഷെ അതിന്റെ ഒപ്പം നമ്മുടെ ഇവരെ കടയ്ക്ക് ചവിട്ടുമ്പോ അതും ഒരു ബുദ്ധിമുട്ട് തന്നെ. ഇനിയിപ്പോ എന്തായാലും നമുക്ക് ഇപ്പുറത്ത് ഞാൻ കുറെ മുളക് നിൽക്കുന്നത് പറഞ്ഞില്ലേ, അത് കാട്ടിത്തരും ചെയ്യാം. ഒപ്പം നമുക്ക് പൊട്ടിക്കുകയും ചെയ്യാം കേട്ടാ. നോക്കിയ പേളി, നീ എവിടേക്ക് എടുക്കണേ? എണീക്ക് പേളി. കണ്ട, ഇതാണ് ഇവരുടെ കുഴപ്പം. നമ്മളെ സ്നേഹിച്ചു കൊല്ലും. നീ എണീക്ക് പേളി. നോക്കിവിടെ നട്ടോക്കണ. വാ പേളി, വാ എണീക്ക്, വാടി ഇങ്ങോട്ട് വാ പേളി. ഇതൊക്കെ ചവിട്ടി. വാ പേളി, വാ ഇങ്ങോട്ട് വാ പേളി. കണ്ട, ഇതാണ് ഇവരെ കുഴപ്പം. ഭയങ്കര സ്നേഹ, പക്ഷെ സ്നേഹം കൂടിയിട്ടുള്ള കുഴപ്പമാണ്. നമ്മളിപ്പോ അതിൽ വെച്ചു കൊടുത്തിട്ടുള്ളത് ചൈനീസ് കാബേജ് ആട്ടാ. അപ്പൊ അതിന്റെ മുകളിലാണ് കയറി ഇടുന്നത്. ഒന്നും പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. നല്ല ചെറിയ തൈകളല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത മുളക്. ഈ മുളക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മളിപ്പോ ഒരു 6-7 പ്രാവശ്യമായിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ പഴുത്ത മുളക് മാത്രം പൊട്ടിക്കുന്നത്. നമ്മുടെ പല വീഡിയോയിലും വന്നിട്ടുണ്ടാവും കേട്ടാ ഇങ്ങനെ മുളക് പൊട്ടിക്കുന്നത്. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ 200 കട വെച്ച് കൊടുത്തിട്ടുണ്ട് മുളക് തൈ. അതേപോലെ ഞാൻ മുന്നേ കാട്ടി തന്ന സ്ഥലത്ത് 150 തൈകളായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് പൊട്ടിക്കാം. പിന്നെ നമ്മളോട് എപ്പോഴും പലരും ചോദിക്കാറുള്ളത് നമ്മൾ മുളകിന് എന്താ ചെയ്യാറുള്ളതാണ്.
മുളകിന് നമ്മള് എന്താ പറയാ വെള്ളം കെട്ടി നിർത്താറില്ല. അന്ന് നന്നായി നനച്ചും കൊടുക്കും. അത് മാത്രല്ല കോഴിക്കാട്ടാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ മുളകിന് ഇട്ട് കൊടുക്കുന്നത്. അത് കട തൊടാതെ നന്നായി കോഴിക്കാട്ടിട്ട് കൊടുക്കും. പിന്നെ ഞാൻ ഈ അടിച്ചു വരുന്ന ചവറ് മുഴുവൻ അറിയാലോ, നമ്മുടെ അവിടെ നന്നായിട്ട് ചവറ് കോഴിനെ അവര് വീടാന്നുള്ളത്. വീടിന്റെ ചുറ്റുമരങ്ങളുണ്ട്. അപ്പൊ ഈ അടിച്ചു വരുന്ന ചവറൊക്കെ നമ്മൾ ഇവരെ കടക്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവരെ വളർച്ചയ്ക്ക് അനുസരിച്ച് ഈ കോഴിക്കാട്ടിന് ചവറിട്ട് കൊടുക്കുന്നതനുസരിച്ച് നമ്മൾ മണ്ണും കൂടി ഇവരെ കടക്കിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ നനയ്ക്കുക. ഇത്രയും കാര്യങ്ങളായിട്ടാണ് നമ്മുടെ മുളകിന് ചെയ്യാറ്. പിന്നെ കുരുടിപ്പും കാര്യങ്ങളൊക്കെ വരുന്നതിന് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് 2 ദിവസമൊക്കെ ഇങ്ങനെ വെക്കും. ആ കഞ്ഞിവെള്ളം എന്നിട്ട് അതിന്റെ തെളി എടുത്തിട്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കുമ്പോൾ കുറെ കുരുടിപ്പുകൾ കുറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് മുളകിന് അങ്ങനെ കേടുകളൊന്നും വരാറില്ല. പിന്നെ നമ്മൾ കവചാണ് തളിച്ചു കൊടുക്കാറ്. അത്യാവശ്യം ഇത് 2 കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പൊട്ടിച്ചെടുക്കട്ടെ കേട്ടാ. പിന്നെ മുളക് ഇങ്ങനെ പഴുത്തിട്ട് നമ്മൾ ഈ കടയമ്മ ഇങ്ങനെ നിർത്തരിക്കും കേട്ടാ. പഴുക്കുന്നത് വേഗം വേഗം പൊട്ടിച്ചെടുക്കണം. നമ്മുടെ മുളക് കട അങ്ങനെ തന്നെ ഉണങ്ങിപ്പോവും. ഇങ്ങനത്തെ മുളകായ കാരണം. ഇങ്ങനത്തെ മുളകല്ലാട്ടെ, ഏത് മുളക് പഴുത്ത മുളക് നിർത്തരുത്. മുളകും ചെടി മൊത്തത്തിൽ നാശമായി പോവും. എനിക്ക് നമ്മള് ഇത്രയും മുളക് പൊട്ടിക്കല് കഴിഞ്ഞു. ഈ ഒരു മുളക് എന്ന് പറയുന്നതല്ലേ തന്നെ കാട്ടിത്തരാട്ടാ. ഇതിന്റെ ഒരു വലിപ്പം കണ്ട, എത്രയും വലിപ്പമുണ്ട്. ഈ വലിപ്പം അല്ലാട്ട് ശരിക്കും ഈ മുളകിന് ഉണ്ടായിരുന്നത്. ഇതിന് നല്ല വലിപ്പം ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റിലേക്ക് നമ്മുടെ വീഡിയോയിലെ ഈ ഫസ്റ്റ് മുളക് പൊട്ടിക്കുന്ന വീഡിയോ കാണുമ്പോൾ അറിയാം, നല്ല നീളമുള്ള വലിയ മുളകാണ്. ഈ മുളകിന്റെ പേര് സിറാന്നാട്ടാ. ഇനി നമ്മൾ പൊട്ടിക്കാൻ പോണത് ഉജ്ജല. ഉജ്ജല മുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കുക. കണ്ട കടയമ്മയ്ക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ മുളക് മുകളിലേക്കാണ് ഉണ്ടായി നിൽക്കുക. അതിന് ഒരു കൊലമങ്ങ ഒരു 6 എണ്ണം 7 എണ്ണത്തിന് വീതം അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇനി നമുക്ക് ഇത് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് അപ്പുറത്ത് മുളക് പൊട്ടിക്കാൻ പോവാം. നമ്മുടെ തക്കാളി നോക്കിയേ കണ്ട. ഇവര് ഓരോ വളർച്ച വരുന്നതിനനുസരിച്ച് ഞാൻ അതിന്റെ മുകളിലും കയറ് കെട്ടി കൊടുത്തുട്ടാ. അന്ന് ഞാൻ കാട്ടിണ്ടായിരുന്നില്ലേ. പിന്നെ 2 വട്ടം നമ്മൾ കെട്ടല് കഴിഞ്ഞു കയറ്. പിന്നെ ഇനിയിപ്പോ ഇത് കാണുന്ന ഈ വെള്ള കളർ ഉണ്ടല്ലോ, ഇത് എന്താണെന്നറിയോ, സൂഡോമോണസ് ഇത് വേണ്ടുള്ള ഒരു സംഭവം മേടിക്കാൻ കിട്ടും നമുക്ക്. എന്താ പറയാ, ഈ കവചൊക്കെ മേടിക്കുന്നോടത്ത് തന്നെ ആതുരബസാടുന്ന് അല്ലെങ്കിൽ മണ്ണുത്തി കാർഷിക സർവകലാശാലയെന്നൊക്കെ ആയിട്ട് മേടിക്കാൻ കിട്ടും. അത് നന്നായിട്ട് നേർപ്പിച്ചിട്ട് തളിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കുറെ കേടുകൾ അവർക്ക് കുറവുണ്ട്. ഇല കാണാൻ ഇത്തിരി ഭംഗി കുറവുണ്ടാവുന്നുള്ളൂ. ഇങ്ങനെ പുള്ളിക്കുത്തായിട്ട് നിൽക്കും. ഈ ഒരു വെള്ള കളറാണ് ഇത് കളിക്ക് കഴിഞ്ഞാൽ. പിന്നെ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടാ. കുറെ പേര് പറയാറുണ്ട് തക്കാളിക്ക് പൂ വരുന്നു കൊഴിഞ്ഞു പോണു നോക്കി. എനിക്ക് അതിന് എന്താണെന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയാനും കഴിയില്ല. ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ കൊഴിയില്ല എന്നുള്ളതൊന്നും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ കാണിക്കണേ. അപ്പൊ നമുക്ക് അത്യാവശ്യത്തിന് ഉണ്ടായി കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തക്കാളി കട ഒരു 60 കടയായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത്. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിൽ ഇതാ നടന്ന് നമ്മുടെ മുളകിന്റെ അവിടെ എത്തി. മുളക് പൊട്ടിക്കാനായിട്ട് ഫസ്റ്റ് വന്നിരിക്കുന്ന ആള് ചാർലിയാ. അല്ല ചാർലി അല്ല, പേളിയാ. അവള് ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കിടന്ന് പരങ്ങി നടന്നാലേ അവൾക്ക് സമാധാനം കിട്ടുള്ളൂ. എനിക്ക് ഈ മുളക് പൊട്ടിച്ച മോറം വരെ താഴ്ത്തി വയ്ക്കാൻ ചിലപ്പോൾ സമ്മതിക്കില്ല. ഓടി വരും അതിലേക്ക്, വന്നത് കയറി എടുക്കാൻ വരും. അപ്പൊ വരുമ്പോഴേക്കും ഞാൻ എടുത്ത് പിടിക്കുന്നതാണ്.
പേളി നമ്മളെ എവിടെയാണോ അതിന്റെ ഉള്ളിൽ ചുറ്റി പറ്റി അവൾക്ക് കിടക്കണം. നോക്കിയപ്പോ വന്ന് കിടക്കണേ. ഇങ്ങനെ വന്ന് കിടക്കുമ്പോ പറയാ നമ്മുടെ മുളക് കടകൾക്കാണെങ്കിലോ ഒരു ബലം എന്ന് പറയുന്നതില്ല. ഇവരതിന്റെ ഇടയിൽ കൂടെ ഒന്ന് നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് മുളകിന്റെ ഉള്ളിൽ കൂടെ നടക്കുക. പക്ഷെ ഇവർക്ക് അതിനുള്ള ബുദ്ധിയില്ലല്ലോ. ഇവരൊക്കെ വന്ന് ഒന്നെങ്കിലും മുളക് കടയമേ കിടക്കും, അപ്പൊ അതോടി. ഇതാണ് ഇവരുടെ കുഴപ്പങ്ങള്. ബാക്കിയുള്ള നമ്മുടെ അവിടത്തെ ഇതേപോലെ ചുറ്റിപ്പറ്റി നടക്കില്ല കേട്ടാ. അവര് നമ്മളെ കാണുമ്പോ ഒന്ന് ഓടി വരുന്നുള്ളൂ. ഇവള് പക്ഷെ അങ്ങനെയല്ല. ഇവള് നമ്മളെ എങ്ങോട്ടാ തിരിയണേ എങ്കടാ പോണേ നോക്കി ഇങ്ങനെ നടക്കും. ഒരു പ്രത്യേക സ്നേഹം ഇവർക്ക്. അപ്പതാ മുളക് പൊട്ടിക്കല് കഴിഞ്ഞു. ഇനി നമ്മുടെ കുക്കമ്പറും പൊട്ടിച്ച് താഴ്ത്തൂടാൻ വാങ്ങിയും അപ്പൊ കൊണ്ട് പോവാം നമുക്ക്. ഈ ഒരു തടന്ന് പറയുന്നത് നമ്മുടെ ചേമ്പാട്ടാ. ചേമ്പൊക്കെ നമുക്ക് പറിക്കാറായിട്ടുള്ളതാ. നമ്മുടെ കുക്കമ്പറിന്റെ ഒരു തല ഒടിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടീമുകളുടെ അതായത് നമ്മുടെ പട്ടികളുടെ കാലങ്ങ കൊണ്ടിട്ടുണ്ടാവണം. ഒരു കഥവ് ഏറ്റിട്ടുണ്ട് അവിടെ ഒരു തണ്ടിന്. അതാണ് ഒരു വാട്ടം. നനവ് കുറഞ്ഞതിന്റെ മാത്രല്ല. അവിടെയുണ്ട്. നമ്മുടെ ഈ കുക്കമ്പറിന്റെ പേര് സ്നോ വൈറ്റ് കുക്കമ്പർ. കുക്കമ്പർ സ്നോ വൈറ്റ് കുക്കമ്പർ കേട്ടാ. തെറ്റിപ്പോയി. പിന്നെ ഇത് ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് നന്നായിട്ട് ഉണ്ടാവും ചെയ്യും. ചെടി ഒന്ന് വലുതായി വരുമ്പോഴേക്കും തന്നെ കടക്കുണ്ടാവും. ഞാൻ മുന്നേ പൊട്ടിച്ചത് കാണിച്ചിട്ടുണ്ട് ഇതിന്റെ കടക്കി നോക്കിട്ടാ. ഈ ഒരു ചെറുത് അവിടെ നിന്നോട്ടെ. നോക്കി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാട്ടിത്തരാം. എപ്പോഴായാലും കേക്കണ്ട. ഓരോ തലക്കില് ഇത് തൊട്ടപ്പുറത്ത് ഇങ്ങനെ അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ അവര്. തല നീണ്ടു പോണതിനനുസരിച്ച്. ഇനിയിപ്പൊ ഇതെനിക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പേളി ആരോ ചവിട്ടിണ്ട്. ഒരു ചില്ലയ്ക്ക് ഒരു വാട്ടം വന്നിട്ടുണ്ട്. ഉണ്ടായിലേക്ക് നിൽക്കുമ്പോ ഇനി നമ്മുടെ മഞ്ഞമുളക് കൂടി പൊട്ടിച്ചെടുക്കാം നമുക്ക്. നല്ല ബലം തണ്ടിന്. ഇത് നൂല് പഴുത്തിട്ട് പൊട്ടിക്കാം. നമ്മുടെ മാങ്ങയും നമ്മുടെ ഉള്ളിത്തണ്ടും ഇനി നമുക്ക് വീട്ടിൽ പോവാട്ടാ. അച്ചടാ എന്റെ മോളും കൂടി ഉണ്ടായിരുന്നല്ലേ. അച്ഛ പുത്തിട്ട് പോയിന്ന് വെച്ചും ഇതാ. അല്ലെങ്കിൽ ഇതാ കൺമണി കുട്ടിനെ കൊണ്ട് പോയേനെ മുളക് പൊട്ടിക്കാൻ വേണ്ടിട്ട്. ആ അച്ഛന്ന് മുടക്കുള്ളത് മിതിക്ക് അറിയില്ലായിരുന്നുടാ. വിധിയെ നോക്കിയ കുക്കമ്പർ പൊട്ടിച്ചിട്ടുണ്ടല്ലോ. മുളക്ക് ചെത്തി തരാട്ടാ. കുക്കമ്പർ ചെത്തി തിന്നാട്ടെ നമുക്ക്. സലാഡ പോലെ ആക്കി തരാം. ഇത് കൈ വിടട്ടെ പൊന്ന് തന്നെ നടന്നോട്ടാ. നമ്മുടെ കൺമണിക്കുട്ടിയുടെ വീട്ടിലെ കുറെ ചാമ്പക്കായി ഉണ്ടായി നിൽക്കണ്ട. അപ്പൊ അതുകൂടി കുറച്ച് പൊട്ടിക്കാന്ന് വെച്ചുട്ടാ. ഉപ്പിലിടാലോ നമുക്ക്. ഇതിലേക്ക് തന്നെ ഇട്ട കൺമണിയാ. ആ പഴുത്തതോ നമുക്ക് കുറച്ച് പച്ചമുളകൊക്കെ പൊട്ടിച്ചിട്ടില്ലേ കൺമണിയെ. നമുക്ക് ഉപ്പിലിട്ടേക്കാം. മതിയാ പോവാ നമുക്കിനി. മതിയല്ലേ. മാറാമ്പല അത് കളഞ്ഞു. മാറാമ്പല കളഞ്ഞു. ആ അത് നമ്മുടെ ഇതല്ലേ. അത് കുഴപ്പമില്ലേ പൊന്നു. പോഞ്ഞ് നമുക്ക് ഉറുമ്പിനെ കളയാട്ടെ. ഇത് ഈ ഉറുമ്പ് കുഴപ്പമില്ലേ പൊന്നു. നമുക്ക് കഴുകി കേട്ടിടാം. അല്ല നമ്മുടെ വീഡിയോയിൽ വെച്ചിട്ട് ഹായ് പറഞ്ഞില്ല കണ്ണൂട്ടി. വാ പോഞ്ഞ്. ഞാനുണ്ടല്ലോ നമ്മുടെ മുന്നത്തെ ഒരു വീഡിയോയിൽ മുളക് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് ചൂടുവെള്ളത്തിൽ അതായത്
നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കൈ തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളരുത്. ആ രീതിയിലുള്ള ചൂടുവെള്ളത്തിലിട്ടിട്ട് മുളക് ഇങ്ങനെ അതിലിട്ട് അപ്പൊ തന്നെ നമ്മൾ വാരി ഇടുന്നതായിട്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാട്ടിയത്. കാരണം അത് നമ്മളോട് പലരും ചോദിച്ചു മുളകിന് ചുവപ്പ് കളർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. പക്ഷെ ഈ പ്രാവശ്യം നമുക്ക് തോന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചുവപ്പ് കളറൊന്നും കുറവ് വരാറില്ല. വല്ലൊരു മുളകൊക്കെ പഴുപ്പ് കുറവുണ്ടെങ്കിൽ ആ മുളകിന് മാത്രമാണ് ആ ഒരു വെള്ള കളറൊക്കെ ഇങ്ങനെ വരാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ചൂടുവെള്ളത്തിലൊന്നും ഇടുന്നില്ല. ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെയിലത്തിടുന്നുണ്ട് ചീനെ. അയ്യോ അല്ലു അവിടെ കിടന്ന് ഉറങ്ങിയിരുന്നു. എന്നെ കണ്ട വഴിക്ക് അവിടെ നിന്ന് ഓടി വന്ന് ഇവിടെ വന്ന് കിടക്കുന്നു. ആ സെക്കൻഡിൽ ഇറങ്ങി ശ്രദ്ധിക്കുന്നത് അറിയില്ല. അവളെ കിടക്കിൽ ഉറക്കം കഴിഞ്ഞു. അല്ലുനെ ഭയങ്കര പിണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പിണക്കിപ്പോ. കാരണം നമ്മുടെ പേളി എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണ കാരണം എന്തോ ഒരു സങ്കടം അറിയോ. ഇപ്പൊ പേളി ഞാൻ കെട്ടിട്ട് തോന്നുന്നുണ്ട് എന്റെ പിന്നിലില്ല. അത് കാരണം എന്റെ അല്ലു എന്റെ അടുത്തേക്ക് വരില്ല. പേളി എന്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്റെ അടുത്തേക്ക് വരില്ല. പിണങ്ങി ഇരിക്കുള്ള ഒരു ഭാഗത്ത്. അല്ലു ഇനിയിപ്പൊ നമ്മുടെ കൺമണിക്കുട്ടിക്ക് ഞാന് കുക്കമ്പർ ചെത്തി കൊടുക്കാന്ന് പറഞ്ഞാൽ ചെത്തി കൊടുക്കട്ടെ. ഇപ്പൊ വേണ്ട നമ്മുടെ ഈ മുളക് നോക്കിയ കളർ കുറവൊന്നുമില്ല കേട്ടാ. ഞാൻ പറഞ്ഞ പോലെ വല്ലൊരു മുളകൊക്കെ ഒന്ന് ഒരു പച്ച കളറ് വന്നിട്ടുള്ള ആ മുളകുകൾക്ക് മാത്രമാണ് ചെറിയൊരു കളർ കുറവുള്ളത്. കുഴപ്പമൊന്നുമില്ല. നമ്മൾ പൊടിപ്പിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ മുളകിന് ഭയങ്കര എരിയായിരിക്കും. അപ്പൊ നമ്മൾ അതിൽ കുറച്ച് കാശ്മീരി മുളക് കൂടി മേടിച്ചിട്ടിട്ടാണ് നമ്മൾ പൊടിപ്പിച്ചെടുക്കുക. ഇപ്പൊ വരാട്ടി മണിയേ കൽമണിക്കുട്ടി തൊലി ചെത്തിട്ടേക്കല്ലേ. കാരണം നമ്മള് മുളക് പൊടിക്കില്ലേ. നമുക്കത് അവിടെ നിന്ന് എടുത്ത് കളയിടാമോ. മിതിയെ മുളക് എടുത്തില്ല. പിന്നെ എടുക്കാൻ പോണ്ടേ കൂടെ. മിഠായി ചേച്ചനെ പണിസ്ഥലത്ത് എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ടേ പാപ്പ വിളിച്ചപ്പളേ പോയിരിക്ക പോയിനോ. കൊറേ നേരം ഉണ്ടല്ലേ നമ്മള് നോക്കിയിരിക്കുന്ന ചേച്ചനെ. ആ ചേച്ചനാ ഇല്ലെത്തി. കാൽമണിക്കുട്ടി എന്താ മിഠായി ചേച്ച വരാത്തെ. ഞാൻ പോട്ടെ അകത്തേക്ക് പോയി നോക്കട്ടെ എന്നോണ്ടിരിക്കുന്നു. അതല്ല ഷൈട്ടാ, ഇതേ കൽമണിക്കുട്ടി ഇതില് ഞങ്ങള് മുളക് പൊടി ഒക്കെയാണ് ഇടുന്നത്. അപ്പൊ തൊലി ചെത്തിയിട്ട് കഴിക്കുമ്പോൾ അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ കൽമണിക്കുട്ടിക്ക് അങ്ങനെ തൊലി ചെത്തണം എന്നും പറഞ്ഞു. എന്നാവാന്ന് അല്ലല്ലോ മുത്തേ. പക്ഷെ കൽമണിക്കുട്ടി ഈ ഇങ്ങനെ മുളകൊക്കെ ഇടില്ലേ അപ്പൊ മാത്രമാണ് തൊലി ചെത്തണം എന്ന് പറയുള്ളൂ. മറ്റേതാകുമ്പോ വെറുതെ കഷ്ണങ്ങളൊക്കെ കഴിക്കും കൽമണി. ഇല്ലട മുത്തേ. മുളക് ഇട്ട് കഴിഞ്ഞാൽ മുളക് ഉപ്പ് ചെറുനാരങ്ങ നീര് കൽമണിക്കുട്ടി അതിന്റെ ചെറുനാരങ്ങ അതൊക്കെ ഇട്ട് കഴിക്കുമ്പോ വേറൊരു ടേസ്റ്റ്. കൊറേ വട്ടം പോയിണ്ടല്ലേ. മോൾക്ക് ഓർമ്മയുണ്ട് നീളത്തിലിട്ട് കമ്മണിയെ. അതേപോലെ അവിടെ ചെല്ലുമ്പോ നമുക്ക് നീളത്തിലല്ലേ തരാറ്. അതേപോലെ നമുക്ക് നീളത്തിൽ താഴ്ത്തു വീണല്ലോ. അച്ചാച്ചന് ഡൗട്ടുണ്ട്. അല്ലിപ്പോ പിണക്കത്തിലല്ലേ കൺമണിയെ. നമ്മുടെ പേളി വരുന്ന കാരണം അല്ലുവിനെ ചെറുനാരയും കൂടി ഇത് പറഞ്ഞു. നമ്മുടെ ഓരോ കഷ്ണത്തിന്റെ മുകളിലായിട്ട് നമ്മൾ ചെറുനാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണേട്ടാ. ചെറുതായിട്ടൊരു പുളിക്ക് ചെറുനാരക്ക് പുളിയല്ലട ചക്കരെ. നമുക്ക് തുണ്ടി ഉപ്പിട്ട് കൊടുക്കണം. എത്ര കൽമണിക്കുട്ടിക്ക് ഇത്തിരി കുറവില്ലേ. പേരിന് ഇത്തിരി മുളക് പൊടി ഇടുള്ളൂട്ടാ. അച്ചാച്ചന് മിതിക്ക് ഇത്തിരി കൂടുതല്. കുഴപ്പമില്ലല്ലോ. വെള്ളം വന്നു തുടങ്ങി. എനിക്ക് എടുത്തോ കേറ്റി പിടിച്ചോട്ടെ. ഇവിടെ വെച്ച് പിടിച്ചോളൂ. ഇനിയുണ്ട്
പൊളിയാ. കഴിക്കാം. ശരിക്ക് 2 കൂടി ചെറുതായിരുന്നു. ഞാൻ ചെറുതരാം. രസത്തിലടാ മണിയിൽ നോക്കിട്ട് പറഞ്ഞേ. കൺമണി കുട്ടിയുടെ ഒരെണ്ണം കഴിയുമ്പോൾ എന്റെ ഒരെണ്ണം കഴിഞ്ഞു. 2 കൺമണി കുടിക്ക സ്പീഡ് കൂടി. അച്ചാച്ച ശരിയല്ല എന്ന്. ഞാനുണ്ടല്ലോ നമ്മുടെ ചാമ്പക്കായ നന്നായി കഴുകിയൊക്കെ എടുത്ത് അതിലിതാ ഒരു പേരിന് ഇത്തിരി ചൂനമുളക് ഇട്ട് അതും കൂടി അരിഞ്ഞിടാണ് ചെയ്യണത്. അപ്പൊ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ചെറുതായിട്ട് ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാമ്പക്കായ ഇന്നിപ്പോ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഈ നേരം നമുക്ക് കഴിച്ചു തുടങ്ങാം. അത് കാരണം ഞാൻ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. കൂടുതൽ ദിവസമൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുണ്ടല്ലോ ഇളം ചൂടുവെള്ളത്തില് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഇതിൽ ഇങ്ങനെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ കേടാവാതെ തന്നെ ഇതേപോലെ തന്നെ ഇരിക്കൂട്ടാ. പക്ഷെ ഞാനിവിടെ വിനാഗിരി ഉപയോഗിക്കണേ. ഇനി അതേപോലെ തന്നെ ഇതിലേക്ക് ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കണേ. ഇപ്പതാ ഒരു ആവശ്യത്തിന് ഒരു കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.25 ടീസ്പൂൺ അടുത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ നോക്കിയ ചാമ്പക്കായ ഉപ്പിട്ടത് നാളെ ഈ നേരം നമുക്ക് തിന്നാറാവും. ഇനി ഞാനുണ്ടല്ലോ നമ്മുടെ മാങ്ങ നന്നായിട്ട് ഇതാ കൊത്തിരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടാ. ഇത് നമുക്ക് സദ്യകൾക്കൊക്കെ ഇടുന്ന ഒരു അച്ചാറുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ഇടുന്ന ഒരു അച്ചാറുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് ഇതാ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. പിന്നെ നമ്മൾ അതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുക. മുളക് പൊടിക്ക് എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ള മഞ്ഞപ്പൊടി. ഇനി അതിലേക്ക് വേണ്ടത് നോക്കിയാൽ കറിവേപ്പില കേട്ടാ. കറിവേപ്പില നമ്മള് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പിച്ചി തിരുമ്പിടുക. പൊടിയായിട്ട് ഇടാ കേട്ടാ. പിന്നെ ഇതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ കേട്ടോ. അതേ കണ്ട ഒരു 1/4 ടീസ്പൂണിന്റെ അടുത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ തിരുമ്പി യോജിപ്പിക്കാം. കണ്ട നന്നായിട്ട് തിരുമ്പി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ മാങ്ങയുടെ ഒപ്പത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടാ. എന്താ ഇതേപോലെ ഇരിക്കും. സദ്യകൾക്ക് അച്ചാറ് കണ്ടിട്ടില്ലേ, നമ്മളെ ഇലയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ എന്താ പറയാ മാങ്ങ വേറെയും ചാറ് വേറെ ആയിട്ടൊക്കെ എടുക്കുക. അതേപോലെ ഇരിക്കൂട്ടെ അച്ചാറ്. ഈ അച്ചാറുണ്ടല്ലോ കൂടുതൽ ദിവസം ഇരിക്കില്ല. 2 ദിവസം ഇതേ നല്ല ടേസ്റ്റിലിരിക്കും. അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടാ. അങ്ങനെ ഒന്നും വിചാരിക്കാത്ത ഒരു എന്താ പറയാ ചാമ്പക്കായ ഉപ്പിലിട്ടത് റെഡിയായി, മാങ്ങച്ചത് റെഡി ആയിട്ടാ. കാരണം രാവിലെ എണീക്കുമ്പോ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇന്ന ദിവസം ഇന്നതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇത് വിചാരിക്കാത്ത ചാമ്പക്കായ കിട്ടിയപ്പോ അതും അതേപോലെ തന്നെ നമുക്ക് മാങ്ങയായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ 2 പേരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാനുണ്ടല്ലോ ഉണ്ണിയപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം മാവ് കലക്കി അപ്പൊ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ 5 കുഞ്ഞിപ്പഴം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 5 ഏലക്കായയുടെ കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നോക്കി നമ്മള് പഴം ഇതേപോലെ നന്നായിട്ട് ഇത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മള് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് റവയാണ്. ഈ റവ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടാ. റവ ഒന്ന് മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ അത്ര വേണ്ടോ. ഒരു ടീസ്പൂൺ കൊണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. റവ ഒന്ന് നനയേണ്ട രീതിയിലുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിതാ കണ്ട ഇതേപോലെ റവ ഒന്നിങ്ങനെ കുതിരണം. ആ രീതിയിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഒഴിക്കേണ്ട, റവ ഇങ്ങനെ വീർത്ത് വരും. പക്ഷെ ഇത് കുതിർന്ന് കിട്ടിച്ച് കേട്ടോ നമുക്ക്. അപ്പൊ ഇതോടെ ഇരിക്കട്ടെ. ഇനി നമുക്കുണ്ടല്ലോ വെള്ളം ഉരുക്കിയെടുക്കണട്ടാ. അപ്പൊ ഞാനിതാ ഇതേപോലത്തെ നല്ല വലുപ്പമുള്ള അച്ചാണ്. അപ്പൊ ഇത് 6 എണ്ണമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പൊ അതിന് വേണ്ടി നമുക്കിതാ തീ കത്തിച്ച് ഒരു 1/2 ഗ്ലാസിന്റെ അടുത്തേക്ക് നമുക്കിത് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടാ. വെള്ളം ഇവിടെ ഉരുക്കട്ടെ. വെള്ളം നമ്മളിതാ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടാ. ഇനി നമ്മുടെ റവ ഇവിടെ കുതിർന്നിരിക്കണ്ടല്ലോ.
ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1 ഗ്ലാസ് റവയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ 1 ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇട്ട് നല്ല നൈസ് അരിപ്പൊടി, അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഇടിയപ്പത്തിനൊക്കെ അതിന് ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1/2 ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചൂടോടുകൂടി നമ്മൾ ഉരുക്കി വെച്ച നമ്മുടെ ശർക്കര ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരരിപ്പ വെച്ചിട്ടാണ് നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കട്ടില്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് കേട്ടാ. തീരെ കട്ട പാടില്ല. ആ രീതിയിൽ തന്നെ നമ്മളത് എന്നിട്ട് പറയാ മാവിനെ കലക്കിയെടുക്കണം കേട്ടാ. കട്ടൊന്നും ഇല്ലാണ്ട് നമ്മളിത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടിച്ചു കൊടുക്കുന്ന നമ്മുടെ പഴം ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടാ. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴമൊക്കെ ഇട്ടിട്ട് നോക്കി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട, കൂടുതൽ കട്ടിയും പാടില്ല, എന്നാൽ കൂടുതൽ അഴവും പാടില്ല കേട്ടോ. ആ രീതിയിലാണ് നമ്മൾ ആക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് നാളികേര കൊത്തൊന്ന് വറുത്തെടുക്കണം. തീ കത്തിച്ച് നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്കുണ്ടല്ലോ 1 ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. നെയ്യൊക്കെ ഒഴിച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നോക്കി ഒരു 4 ടീസ്പൂണിന്റെ എടുത്തേക്കുണ്ടാവും കേട്ടോ നാളികേര കൊത്ത്. കാരണം കുറച്ച് നുറുക്കിയെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വരുന്ന വരെയാണ് നമ്മൾ ആക്കിയെടുക്കുക. കൂടെ തന്നെ ഞാനിതാ 1 ടീസ്പൂണ് എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. നാളികേരൊക്കെ ഇട്ടിട്ട് നോക്കി ഇതേപോലെ ചെറുതായിട്ടൊരു കളർ വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറിന്റെ അവിടേക്ക്. അപ്പൊ നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മളുണ്ടല്ലോ ഈ ചൂടോടുകൂടി തന്നെ ഈ എള്ളും നാളികേരും ഈ ബാക്കിയുള്ള നെയ്യ് അടക്കം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടാ. നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം. ഞാനൊരു കയ്യിലോണ്ട് കാട്ടിത്തരാം, അപ്പോഴറിയുള്ളൂ. കണ്ട, ഈ ഒരു കട്ടി ഇങ്ങനെയാണ് കേട്ടോ പാടുള്ളൂ. നല്ല കട്ടിയും പാടില്ല, എന്നാൽ നമുക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോ ഇങ്ങനെ വീഴും വേണം. ഈ രീതിയിലാണ്. അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ മാവ് റെഡി ആയിട്ടാ. ഈ ഒരു ഉണ്ണിയപ്പത്തിന്റെ മാവ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞു വന്നിട്ട് ഷായേട്ടന്റെ അമ്മയിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാട്ടാ. അപ്പൊ ഞാന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഓർമ്മകൾ പറയണേന് അമ്മയുടെ കയ്യിൽ നിന്ന് ആദ്യമായിട്ട് പഠിച്ച ഒരു പലകാരത്തിന്റെ റെസിപ്പി എന്ന് പറയുന്നത് ഉണ്ണിയപ്പായിരുന്നു. കാരണം എങ്ങടെയെങ്കിലും പോവാൻ നോക്കുമ്പോഴേക്കും അമ്മ പെട്ടെന്ന് ഉണ്ടാക്കും. ഇതേപോലെ കലക്കി അപ്പം തന്നെ ഉണ്ടാക്കാം. അപ്പൊ ഇനി മാവ് ഓടി ഇരിക്കട്ടെ, നമുക്കിതാ തീ കത്തിച്ച് ഉണ്ണിയപ്പം ചട്ടി അടുപ്പത്ത് കഴിക്കാം കേട്ടാ. കൂടുതൽ തീയിൽ അടുപ്പിൽ വെക്കേണ്ട, കാരണം നല്ല തീയിൽ നമ്മൾ ഉണ്ണിയപ്പം വേവിച്ചെടുക്കില്ല. അപ്പൊ ഒരു മീഡിയം ലെവലുള്ള അടുപ്പിലാണ് ഞാനിപ്പോ ഉണ്ണിയപ്പം ചട്ടി കയറ്റിയിട്ടുള്ളത്. ഉണ്ണിയപ്പം ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നമുക്കുണ്ടല്ലോ ഈ മാവിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു തരി ഉപ്പിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടുണ്ട്, ഇട്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടില്ല. അത്ര അളവിലാണത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളുപ്പ് നന്നായിട്ടൊന്നും ഇളക്കിയെടുക്കട്ടെ നമുക്ക്. പിന്നെ നമ്മൾ വെള്ളം മധുരമൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് വെള്ളത്തിന്റെ എണ്ണൊക്കെ കൂട്ടാട്ടെ, അതുകൊണ്ട് കുഴപ്പമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാട്ടാ. അപ്പൊ ഇതാ നമ്മുടെ ഉണ്ണിയപ്പം ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കുഴിയേക്കാളും മുകളിലായിട്ട് നിൽക്കണം കേട്ടോ വെളിച്ചെണ്ണ. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. നമുക്കുണ്ടല്ലോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായാൽ മാത്രമാണ് നമുക്ക് മാവ് കോരിയിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നമുക്ക് തുണ്ട് മാവ് എടുത്തിട്ട് നമുക്ക് ഇതിൽ ഇട്ട് നോക്കാം കേട്ടാ. ഇടുമ്പോ കണ്ട നമ്മുടെ മാവ് തിളച്ച് പൊന്തി വന്നു. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ പാകം റെഡിയാണ്, നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
തീ ഇത്തിരി കുറച്ച് വെച്ചിട്ടാട്ട മാവ് നമ്മൾ കോരി ഒഴിക്കണേ. നമ്മൾ തീ കുറയ്ക്കാണ്ട് മാവ് കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് എപ്പോഴും തീ കുറവിൽ വെച്ചിട്ട് മാവ് കോരി ഒഴിക്കണം എന്ന് പറയണത് കേട്ടാ. നോക്കിയത് നമ്മുടെ ഉണ്ണിയപ്പം കണ്ട നന്നായിട്ട് ഇതാ പൊന്തി വന്നിട്ടുണ്ട് കണ്ട. ഇപ്പൊ മറിച്ചിടാനൊക്കെ സുഖാണ്. നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ഉണ്ണിയപ്പം. നമുക്കൊരു ഗസ്റ്റോ ആരെങ്കിലും ഒരു വീട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സെക്കൻഡിൽ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയാവുമ്പോ നമ്മൾ പൊട്ടയാണെന്ന് പറയും, പക്ഷെ നമ്മൾ എന്നും കഴിക്കുന്ന സാധനമല്ലല്ലോ. വല്ലപ്പോഴൊക്കെ നമ്മൾ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നു, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പോകേണ്ട വന്നു, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അമ്മ, ഞാനിവിടെ വന്നിട്ട് ഇതേപോലെ തന്നെ അമ്മ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാന്ന് പറയല്ല, പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടു. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് അമ്മ എങ്ങനെയാണ് ഉണ്ണിയപ്പത്തിന് മാവ് റെഡി ആക്കിയെന്നൊക്കെ ചോദിച്ച്. ഇതിൽ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോ അമ്മ എന്നെ വിളിച്ച് നിർത്തി എനിക്ക് കാട്ടി തന്ന് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ശരിക്കും പറഞ്ഞ അമ്മയുടെ നിന്ന് പഠിച്ച ഫസ്റ്റത്തെ ഒരു പലഹാരം എന്ന് പറയുന്നത് ഉണ്ണിയപ്പാണ് ഇതിന്റെ. ഇപ്പൊ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് എനിക്ക് ഈസിയാണ് കേട്ടാ. ഇനി ആരൊക്കെയും ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയാത്തവർ ഇതേപോലെ തന്നെ ചെയ്താൽ മതി, നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മളുണ്ടല്ലോ ഉണ്ണിയപ്പം ഒരു വട്ടം മറിച്ചിട്ടുണ്ടായിരുന്നു, ഇതാ ഒരു വട്ടം കൂടി നമുക്ക് മറിച്ചിടാം കേട്ടാ. നല്ല അരുക്ക് മൊരിഞ്ഞിരിക്കണ നല്ല ഉണ്ണിയപ്പം തന്നെയാട്ടത്. തീ കുറവില് എപ്പോഴും ഇടണം. അത് തീരെ തീ കുറവെന്നല്ല, ഒരു മീഡിയം ലെവലില് തീയിലിട്ട് വെക്കുക. എന്നിട്ട് തീ കൂടി ഇങ്ങനെ പുക വരുന്നു കാണുമ്പോൾ നമ്മളൊന്ന് തീ കുറച്ച് വെക്കുക. അങ്ങനെ വേണ്ടിട്ട് വേവിച്ചെടുക്കാനായിട്ട്. നമുക്കുണ്ടല്ലോ ഇതാ ഉണ്ണിയപ്പം ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു കളറൊക്കെ വരുമ്പോ നമുക്ക് എടുക്കാം. എന്റെ അപ്പം കോരിയെടുക്കണ കയ്യിലില്ലേ കാലൊടിഞ്ഞൂട്ടാ. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതില് എടുക്കണത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് എടുക്കാം. നല്ല എന്താ പറയാ, നല്ല സോഫ്റ്റ് ആണ് ഉണ്ണിയപ്പം. ശരിക്കും പറഞ്ഞാൽ ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റ് ഒക്കെ നന്നായി ചൂടാറി നാളേക്കൊക്കെയാണ് ടേസ്റ്റ് കൂടുക. അതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാം അത് ഉണ്ടാക്കിയെടുക്കാം കേട്ടാ. അപ്പൊ ഇതാ നമ്മുടെ ലാസ്റ്റത്തെ ആട്ടാ. നമുക്കുണ്ടല്ലോ ഇത്രയും മാവ് കലക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിതാ 4 ട്രിപ്പാണ് കോരി വെച്ചത്. അപ്പൊ ഒരു 28 അപ്പം ഞാനിതാ ഇതും കൂടി ഇട്ട് കഴിഞ്ഞ് ഉണ്ടാക്കിയെടുക്കും. പിന്നെ ഇതാ 2 ഉണ്ണിയപ്പത്തിനും കൂടി ഉള്ള മാവും കൂടി ഉണ്ട് കേട്ടാ. അപ്പൊ ഒരു 30 ഉണ്ണിയപ്പം നമുക്ക് ഈ ഒരു അളവിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടാ. നമ്മുടെ ലാസ്റ്റത്തെ ഉണ്ണിയപ്പം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കാരണം 2 ഉണ്ണിയപ്പം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുണ്ടല്ലോ. നമ്മുടെ ഇതാ ലാസ്റ്റത്തെ 2 എണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, അതും കൂടി ഉണ്ടാക്കല് കഴിഞ്ഞു കേട്ടാ. അതിന് ഉണ്ണിയപ്പം ഉണ്ടാക്കല് കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ
ചായറ്റിനെ വിളിക്കട്ടെ കേട്ടാ. കണ്ടാ കാണാൻ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഉണ്ണിയപ്പം. ചായറ്റിനെ വിളിച്ചിട്ട് വരാം കേട്ടാ. ഉണ്ണിയപ്പം അതിന് പറ്റിയ ഉണ്ണിയപ്പം. ചൂടുണ്ടാ? ആ ചൂടുണ്ട്. അടിയിൽ നിൽക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ണിയപ്പോ എന്താ, നല്ല സോഫ്റ്റ് ആണ്, നല്ല അരി പൊടിഞ്ഞതാണ്, നല്ല ഉണ്ണിയപ്പാട്ടാ. പിന്നെ ഈ ഉണ്ണിയപ്പം നമുക്ക് ഇന്ന് വെക്കാം, നാളെ വെക്കാം, മറ്റന്ന് വെക്കാം. 3 ദിവസം വരെ കുഴപ്പമില്ലാണ്ടിരിക്കും. 4ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഉണ്ണിയപ്പം നാശമായി തുടങ്ങും. അപ്പൊ നമ്മൾ പക്ഷെ ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മള് ഇഡ്ലി ചെമ്പിലൊക്കെ വെച്ച് ആവി കയറ്റി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടാ. അങ്ങനെയൊക്കെ ചെയ്യാം. അടിപൊളി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഇത് പറഞ്ഞോണം, കയ്യോടെ ഉണ്ടാക്കാൻ പറ്റുന്നത് അത്ര രസമായിട്ടുള്ളതാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചാക്കിയോളാം. ഈ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാലേ അമ്മ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പാണ് അത്. ഇനിയിപ്പോ നമ്മളിപ്പോ ബൈ പറയണില്ല കേട്ടാ. കാരണം നമുക്കിവിടെ പണിക്കാരുണ്ട്, പെയിന്റിങ്ങും പിന്നെ മുറ്റത്ത് പുല്ലൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ചായ കൊടുക്കണം. അപ്പൊ അവരോട് ചോദിക്കുകയും ചെയ്യാലോ നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റ്. അപ്പൊ അവർക്ക് ചായ കൊടുക്കട്ടെ കേട്ടാ. അപ്പൊ അവർക്ക് ചായ കൊടുക്കട്ടെ കേട്ടാ. ലാലി ചായ കുടിക്കാൻ പറയട്ടാ. കൈ വാഷ് ചെയ്തോ. ഇത്തിരി ചൂടുണ്ടാവും ചിലപ്പോ ഉണ്ണിയപ്പത്തിന്. ചെറിയ ചൂടാറുള്ള ടേസ്റ്റ് കൂടും ഉണ്ണിയപ്പത്തിന്. നാളേക്കൊക്കെ ടേസ്റ്റ് നന്നായി കൂടും. പിന്നെ ശർക്കര ഇട്ടാണ് കേട്ടാ ചായയില്. പഞ്ചസാര ഇട്ടായിരുന്നില്ല. കുഴപ്പമില്ലല്ലോ. ഇവിടെ ചായട്ടിനൊക്കെ നല്ല ഇഷ്ടാണ് അങ്ങനെ കുടിക്കുമ്പോളേ. എങ്ങനെയുണ്ട് ഉണ്ണിയപ്പം? അല്ലേ? നാളേക്കൊക്കെ ഒന്നും കൂടി രസം കൂടും. പഴയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ അമ്മ ഉണ്ടാക്കണ ഉണ്ണിയപ്പായിരുന്നു. ഇവിടുത്തെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് മിനിറ്റ് നേരം കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കും. മാവ് കലക്ക അപ്പൊ തന്നെ ഉണ്ടാക്ക. അത് ഭയങ്കര സിമ്പിളാ. നല്ല സോഫ്റ്റ് ഒക്കെ ഇല്ലേ? ഇതില് ഒന്നുമില്ല. അരിപ്പൊടിയും റവ ഒരളവിലെടുക്കും, മൈദ നേർപ്പകുതി എടുക്കണേന്റെ, പിന്നെ കുഞ്ഞിപ്പഴം എല്ലാം കൂടി അടിക്കുക. 4 കൊത്തക്കും നമ്മുടെ കുഞ്ഞിപ്പഴല്ലേ, ചെറുപ്പഴം, പഴം കൂടെ വേഗം ഉണ്ടാക്കാം. അപ്പൊ തന്നെ ഉണ്ടാക്കാം. അമ്മ എങ്ങനെയൊക്കെ പോവാന്ന് പറയുമ്പോ ഉണ്ണിയപ്പം ഉണ്ടാക്കി പോക്ക് കഴിയും. രസല്ലേ അല്ലേ? നമ്മുടെ വീട്ടിലുണ്ടല്ലോ നടക്കണ പണി എന്ന് പറയണതേ നമ്മുടെ മുറ്റത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ പുല്ലൊക്കെ ഇറക്കണത് ഷീറ്റ്. അപ്പൊ മുറ്റത്തെ ടൈല് ഒരു 35 ടൈല് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇടയില്. അപ്പൊ ആ പൊട്ടിയ ടൈലുകൾ മാത്രം മാറ്റിയിട്ടു. പിന്നെ ചെയ്തെന്ന് പറയണത് കണ്ട, ഇതേപോലെ പൊട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ടൈലുകള്. അപ്പൊ നമ്മൾ നടക്കുമ്പോഴേ നമ്മളെന്നെ എന്താ പറയാ, ഇങ്ങനെ കിടന്ന് ആട്ടണ പോലെ മുറ്റത്ത്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി. പിന്നെ ഈ പുല്ലുകള് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടാ. കാരണം നമ്മൾ ഇതിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന മണ്ണുകളൊക്കെ ഉണ്ടല്ലോ, ആദ്യം മാറ്റിയെടുത്തു. എന്നിട്ട് പുതിയ മണ്ണ് ഇട്ടിട്ടാണ് നമ്മളിപ്പോ പുല്ല് വെക്കുന്നത്. നമ്മുടെ കോഴിക്കോട് നമ്മള് ഇവിടേക്ക് വെള്ള പെയിന്റ് അടിച്ച് ഈ പട്ടയ്ക്കും കറുപ്പ് പെയിന്റ് അങ്ങനെയുള്ള ചെറിയ പണികളായിട്ട് നടക്കുന്നത്. നല്ല ഭംഗി തോന്നി ഇപ്പൊ അല്ലേ? ഭംഗി തോന്നണില്ലേ ഇങ്ങനെയൊക്കെ അടിച്ചപ്പോ? നല്ല രസമായിട്ട്. ഞാനേ മഞ്ഞ പെയിന്റ് തന്നെ അടിക്കാന്ന് വെച്ചു. മഞ്ഞ പെയിന്റ് ഒരു കല്ലടിച്ചു നോക്കിയപ്പോളേ അയ്യോ എന്തോ ഒരു ഭംഗി കുറവ്. അപ്പൊ പിന്നെ കറുപ്പന്നെ അടിക്കാന്ന് വെച്ചു. ഇപ്പൊ നല്ല ഭംഗി തോന്നുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇങ്ങനെയുള്ള പണികളൊക്കെയാണ് നടക്കണേ. ഏതാണ്ട് ഫിനിഷിങ് ആയി തുടങ്ങി നമ്മുടെ കല്യാണത്തിൻ്റെതായ പണികള്. നമ്മൾ പറഞ്ഞ പോലെ ചേട്ടന്റെ വീട്ടിലാണെങ്കിലും ഇവിടെയും അതേപോലുള്ള പണികളൊക്കെ നടത്തണ്ട വന്നു നമ്മള്. അപ്പത്തേക്കൊക്കെ ഉള്ളോട്ടെ ഇന്നത്തെ വിശേഷങ്ങള്. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാണ് കേട്ടാ.